ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ പ്രശാന്ത്. CC ഓണം നല്ലോണം പഠിച്ചോണം. അപ്പോ നമ്മളൊക്കെ ഇപ്പോ ഒരു ആഘോഷ തിമർപ്പിലാണ് അല്ലെ. എന്തിന്റെ ആഘോഷമാണെന്ന് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. ഓണം അല്ലെ. നമ്മളെ ലോകത്തില് എമ്പാടുമുള്ള മലയാളികൾ ആഘോഷിക്കുന്ന ഉത്സവം തന്നെയാണ് ഓണം. മലയാളികൾ മാത്രമല്ല, മറ്റുള്ളവരും ഇപ്പൊ ആഘോഷിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഓണം. അതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസം തന്നെ നമ്മളെ കേരളത്തില് പഠിക്കുന്ന ഒരുപാട് അന്യ സംസ്ഥാനത്തിലുള്ള കുട്ടികളൊക്കെ ഓണം ആഘോഷിക്കുന്നതിന് മറ്റും ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഓണം എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഉത്സവം തന്നെയാണ്. വർഷത്തിൽ ഒരിക്കലേ വരുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, നമ്മള് പഴയ പഴഞ്ചൊല്ല് പോലെ കാണം വിറ്റും ഓണം ഉണ്ണണം എന്ന് പറയാറില്ലേ. അതുകൊണ്ട് തന്നെ നമ്മൾ ഓണം ആഘോഷിക്കും. അപ്പൊ ഓണം ആഘോഷിക്കുമ്പോൾ ഓണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളെ മനസ്സിലേക്ക് ഒരുപാട് കാര്യങ്ങൾ വരാറുണ്ട്. അപ്പൊ അത്തരത്തില് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത്തം മുതലുള്ള ദിനങ്ങൾ. ശരിക്കും പറഞ്ഞാൽ അത്തം മുതൽ തിരുവോണം വരെയാണ് നമ്മൾ പൂക്കളമൊക്കെ. അത് കഴിഞ്ഞ് അവിട്ടവും ചതയവും കൂടിയുണ്ട്. ചില ആൾക്കാർ അത് കഴിഞ്ഞ് വീണ്ടും ഒരു 7 ദിവസത്തേക്ക് ഓണം ആഘോഷിക്കാറുമുണ്ട്. അത് പല സ്ഥലങ്ങളിലുള്ള പല മാറ്റങ്ങളും അല്ലെ ആചാരപരമായ മാറ്റങ്ങൾ മുഖാന്തരമായിരിക്കാം അങ്ങനെ ഉണ്ടാകുന്നത്. അപ്പൊ ഇവിടെ അത്തം മുതൽ തിരുവോണം വരെയുള്ള ദിനങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും നമ്മളെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം പഴമയിലേക്ക് ഊന്നിക്കൊണ്ട് ആഘോഷിക്കല് എങ്ങനെയായിരിക്കും എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഓരോ ദിവസം നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ചർച്ച ചെയ്യാം അല്ലെ. ശരി, ഓണം അത്തം മുതൽ ചതയം വരെയാണ് നമ്മൾ ഇന്ന് എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത്, ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. നോക്കിയേ, 10 നാളുകൾ ദിവസവും വിശേഷങ്ങളുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും എന്ത് ചെയ്യാം, വളരെ ഇൻട്രസ്റ്റിംഗോടെ നമുക്ക് കണ്ടിരിക്കാം. ഓരോ ദിവസവും എങ്ങനെയൊക്കെയാണ് നമ്മൾ ആഘോഷിക്കുന്നത്. പക്ഷെ ചില സമയത്ത് ഇത്തരത്തിലുള്ള ആഘോഷങ്ങളൊക്കെ നമ്മളെ നാട്ടിൽ നിന്നും ഇപ്പം മൺമറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. കാരണം നമ്മൾ ഓണം എന്ന് പറയുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ പണ്ടത്തെ കാലഘട്ടത്തിലൊക്കെ 10 ദിവസം നീണ്ടു നിന്നതാണെങ്കിൽ ഇപ്പൊ അത് 2 ദിവസങ്ങളിലേക്കും 1 ദിവസത്തേക്കും മാത്രമായി ചുരുങ്ങുകയാണ്. ഇപ്പൊ പലരും നമ്മൾ വീട്ടിൽ തന്നെ എന്ത് ചെയ്യുന്നില്ല, ഓണം ആഘോഷിക്കാതെ അല്ലെ ഓണസദ്യ വെക്കാതെ പാർസലുകൾ വാങ്ങിയിട്ട് ഓണം ആഘോഷിക്കുന്ന സമയങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ ഒരു കാലത്ത് നമ്മൾ നിൽക്കുമ്പോൾ നമ്മളൊന്ന് പുറകിലോട്ട് ചിന്തിക്കുമ്പോൾ ആ 10 ദിവസത്തെ ആഘോഷം എങ്ങനെയായിരുന്നു നടന്നത്, സമൃദ്ധിയുടെ നാട്ടിൻ പുറങ്ങളിൽ എങ്ങനെയായിരുന്നു അത്തരത്തിലുള്ള ആഘോഷം നടന്നതെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കണ്ടേ. അപ്പൊ അത്തരത്തിൽ മനസ്സിലാക്കാനും കൂടിയാണ് ഈ ഒരു വീഡിയോ പ്രധാനമായിട്ട് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ആദ്യത്തെ ദിനം അത്തം അല്ലെ. അത്തം മുതലാണ് ഓണത്തിന്റെ ആഘോഷങ്ങൾ ആരംഭിക്കുന്നത്. നോക്കിയേ, തിരുവോണ ദിനത്തിന് ശേഷം കുറിക്കുന്നത് ഈ ദിവസമാണ് അത്തം മുതൽ ആരംഭിക്കുന്ന പൂക്കളം അല്ലെ. അതായത് തിരുവോണ ദിനത്തിന് തുടക്കം കുറിക്കുന്നത് തന്നെ ഈ ഒരു ദിവസമാണ് അത്തം. അതായത് അത്തം മുതൽ തിരുവോണം വരെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഓണമായിട്ട് ആഘോഷിക്കാറുള്ളത്. പിന്നീട് മനോഹരമായ പൂക്കളങ്ങളാണ് അത്തം മുതൽ നമ്മൾ തുടങ്ങി തിരുവോണത്തിന് വളരെ ഗംഭീരമായുള്ള പൂക്കളം നമ്മുടെ നാടുകളിൽ ഇടാറുണ്ട്. പലപ്പോഴും അത്തം 1-ന് ഒരുക്കുന്ന പൂക്കളം തിരുവോണ നാൾ വരെ ചില വീട്ടുമുറ്റങ്ങളിൽ കാണാറുണ്ട്. അതായത് 1, 2, 3, 4 എന്നിങ്ങനെയാണ് നമ്മൾ ഇടുക. അപ്പൊ അതുകൊണ്ട് തന്നെ ആ 1-ാം ദിവസം ഇട്ട് അതേ പൂവ് 10-ാം ദിവസവും ചിലപ്പോൾ നമ്മൾ അതേ സ്ഥലത്ത് ഉണ്ടാവും. അത് ദിവസങ്ങൾക്ക് മാറ്റം വരും. പുതിയ ഫ്രഷ് ആയിട്ടുള്ള പൂവാണ് നമ്മൾ കൊണ്ടുവരിക. അപ്പൊ അത്തരത്തില് 10 നാൾ കൊണ്ട് 10 നിരയിലായുള്ള പൂക്കളങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും, നമ്മളെ വീട്ടുമുറ്റത്ത് കാണാൻ പറ്റും. 1-ാമത്തെ ദിനമാണ് അത്തം. വിശ്വാസം അനുസരിച്ച് ഈ ദിവസം ഒരു കളം പൂവാണ് നമ്മൾ ഇടുക അല്ലെ. ഒരു കളം പൂവാണ് നമ്മൾ എന്ത് ചെയ്യുക, അത്തം നാൾ നമ്മൾ ഇടാറുള്ളത്. സാധാരണയായിട്ട് തുമ്പപ്പൂവാണ് നമ്മൾ കൂടുതലായിട്ട് ആ ഒരു ദിനത്തിൽ ഇടാറുള്ളത്. പിന്നീട് അത്തപ്പുലരിയില് കുളിച്ച് ശുദ്ധിയായി വീട്ടുമുറ്റത്ത് ചാണകം മെഴുകി ആദ്യത്തെ പൂക്കളം ഇടുന്നു. ഒരു നിര പൂക്കൾ, പ്രധാനമായും തുമ്പപ്പൂ മാത്രമേ അത്തം നാൾ ഉപയോഗിക്കാറുള്ളൂ. അതാണ് നമ്മൾ അത്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യത്തെ ഒരു കാര്യം നമുക്ക് മനസ്സിലാവുന്നത്. 1-ാമത്തെ ദിനമാണ് ഒരു പൂവാണ് നമ്മൾ എന്ത് ചെയ്യുക, സാധാരണ ഇടാറുള്ളത്. ഓക്കെ, അത്തം കഴിഞ്ഞാൽ അടുത്താണ് ചിത്തിര. ചിത്തിര എന്ന് പറയും, ചിത്ര എന്നും പറയാറുണ്ട്. അത് പാഠഭേദങ്ങൾ അനുസരിച്ചാണ്. നോക്കൂ, ഓണത്തിന്റെ 2-ാം ദിവസമാണിത്. അത്തത്തിന് ഒരു കളം പൂവാണെങ്കിൽ 2-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ അത് 2 കളമായിട്ട് മാറുന്നു. അപ്പൊ 2 പൂക്കളാണ് നമ്മൾ എന്ത് ചെയ്യുക, 2 കളം പൂക്കളമാണ് നമ്മൾ ചിത്ര നാളിൽ നമ്മൾ ഇടുന്നത്. 2-ാം നാളിൽ ഓണാഘോഷങ്ങൾക്ക് ആവശ്യമായ വീട്ടു സാധനങ്ങൾ ഒരുക്കാനും തുടങ്ങുന്നു. കൂടാതെ വീടും പരിസരവും ശുചിയാക്കുന്നതിനും അലങ്കാരങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനുമായിട്ടാണ് ഈ ദിവസം നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഓണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ച് പഴയ കാലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ വീടൊക്കെ വൃത്തിയാക്കലും അതേപോലെ തന്നെ വീട്ടിലേക്ക് ആവശ്യമായ കുറച്ച് സാധനങ്ങൾ വാങ്ങലും നമ്മൾ അലങ്കാരങ്ങൾ ഓണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എന്തൊക്കെ സാധനങ്ങൾ നമ്മൾ മുൻകൂട്ടി കണക്കാക്കണം എന്നൊക്കെ നമ്മൾ ആസൂത്രണം ചെയ്യുന്ന ഒരു ദിവസം കൂടിയാണ് ശരിക്കും പറഞ്ഞാൽ ചിത്ര അഥവാ ചിത്തിര എന്ന നാള്. ശരി, അടുത്താണ് ചോതി. ചോതിയിൽ എന്താ, ഓണക്കോടിയും വിപണിയുമാണ് ഈ ഒരു ദിവസം. ഓണക്കോടിയും വിപണിയുമാണ്. കുടുംബാംഗങ്ങൾക്കെല്ലാം പുതിയ വസ്ത്രങ്ങൾ, അതായത് ഓണക്കോടി,
ആഭരണങ്ങൾ വാങ്ങുന്ന പ്രധാന ദിവസമാണ് ചോതി. പൂക്കളത്തില് കൂടുതൽ നിറങ്ങളുള്ള പൂക്കള് ചെമ്പരത്തിയും ഇടാൻ തുടങ്ങുന്നത് ഈ നാളിലാണ്. അതുകൊണ്ട് തന്നെ ഈ ദിവസം ഓണക്കുടുക്ക് എന്നാണ് ചില നാട്ടിൽ അറിയപ്പെടാറുള്ളത്. ഇപ്പോ ഈ ഒരു ചോദ്യ നാളിലെ പ്രധാനമായിട്ട് നമുക്കറിയാം ഓണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് പദങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് അല്ലെ. ഓണപ്പൂക്കളം, ഓണസദ്യ, ഓണത്തല്ല് അല്ലെ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മളുണ്ട്. അപ്പോൾ അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒന്നാണ് ഓണക്കോടി, പുതിയ വസ്ത്രങ്ങൾ എടുക്കുക എന്നുള്ളത് അല്ലെ. ഓണത്തിന് ഓണക്കോടി എടുക്കുക എന്നുള്ളത് വളരെ വിപുലമായിട്ട് നമ്മളെ കേരളത്തിലും മറ്റൊക്കെ കണ്ടുവരുന്ന ഒരു പ്രത്യേകതയാണ്. അപ്പൊ ആ ഓണക്കോടിയും അതേപോലെ അതിന് ബന്ധമായിട്ടുള്ള ആഭരണങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ കുടുംബാംഗങ്ങൾക്കെല്ലാം കൂടി എടുക്കുന്ന ഒരു ദിവസമാണ് ചോതി എന്ന് പറയുന്നത്. അപ്പോൾ കൂടാതെ പൂക്കളത്തിന് കൂടുതൽ വർണ്ണാഭമായിക്കൊണ്ട് പുതിയ പുതിയ നിറങ്ങളും കൂടി ആ ദിവസം മുതൽ നമ്മൾ എന്ത് ചെയ്യും, ഇടാൻ വേണ്ടി തുടങ്ങും. അതാണ് ചോതി. പിന്നെ അടുത്താണ് വിശാഖം. വിശാഖം എന്ന് പറയുമ്പോൾ സമൃദ്ധിയുടെ നാളായിട്ടാണ് നമ്മൾ കണക്കാക്കുക. വളരെ മംഗളകരമായ ദിവസം കൂടിയാണ് വിശാഖം. അതായത് പണ്ടുകാലത്ത് കൊയ്ത്ത് വിപണികളും ധാന്യ ശേഖരണവും ആരംഭിച്ചിരിക്കുന്നത് വിശാഖ നാളിലാണ്. സദ്യക്കുള്ള വിഭവങ്ങളുടെ ഒരുക്കങ്ങൾ ഈ ദിവസം മുതലാണ് ആരംഭിക്കുക. അതായത് നമുക്കറിയാം നമ്മളെ ഓണകാലഘട്ടത്തിൽ കൂടുതലും കൊയ്ത്തും മറ്റൊക്കെ കഴിയുന്ന ഒരു സമയമാണ്. ഇപ്പൊ കൊയ്ത്ത് വിപണികളും അതുകൂടാതെ ഓണസദ്യക്ക് ആവശ്യമായ ഒരുപാട് കാര്യങ്ങൾ അല്ലെ, പച്ചക്കറിയും മറ്റു കാര്യങ്ങളൊക്കെ അതൊക്കെ സജീവമായിട്ട് നമ്മൾ വിപണികളിലേക്ക് എത്തിക്കുകയും അവ നമ്മൾ എന്ത് ചെയ്യുന്നു, വാങ്ങി അതൊക്കെ ശേഖരിച്ച് തയ്യാറാക്കി വെക്കുന്ന ഒരു ദിവസം കൂടിയാണ് വിശാഖം. അതുകൊണ്ടായിരിക്കും അതിന് സമൃദ്ധിയുടെ നാൾ എന്ന് ഒരു പേര് വന്നിരിക്കുക അല്ലെ. സമൃദ്ധമായിട്ട് നമ്മൾ അടുക്കളയില് ഭക്ഷണ സാധനങ്ങളൊക്കെ നിറയാൻ ഇനി അടുത്ത ദിവസങ്ങളിൽ തുടങ്ങും എന്ന് അറിയപ്പെടുന്ന അല്ലെ അറിയിക്കുന്ന ഒരു ദിനം കൂടിയായിരിക്കാം ചിലപ്പോൾ വിശാഖം എന്ന് പറയുന്നത്. അതായിരിക്കാം ഇങ്ങനൊരു പേര് അതിന് വരാനുള്ള കാരണം. വിശാഖം കഴിഞ്ഞാൽ അടുത്തത് അനിഴമാണ്. അനിഴം എന്ന് പറയുമ്പോൾ വള്ളംകളിയുടെ നാദമുഴക്കം കേൾക്കുന്ന ഒരു സമയം കൂടിയാണ് അനിഴം എന്ന് പറയുന്നത്. കായിക വിനോദങ്ങൾക്കും ജലോത്സവങ്ങൾക്കും പ്രശസ്തമായ അനിഴനാളാണ്. ആറന്മുള ഉത്രട്ടാതി വള്ളംകളിക്ക് മുന്നോടിയായിട്ടുള്ള നെഹ്റു ട്രോഫി ഉൾപ്പെടെയുള്ള പ്രധാന ജലോത്സവങ്ങളും അവയുടെ പരിശീലനങ്ങളും ഈ ദിവസം മുതലാണ് ആരംഭിക്കുക. അപ്പൊ അനിഴം എന്ന് പറയുമ്പോൾ വള്ളംകളിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു തുടക്കമാണ് അല്ലെ. നമുക്ക് ഓണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട്, വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്ന രണ്ട് ജലോത്സവങ്ങളാണ്. ഒന്ന് ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയും അതേപോലെ നെഹ്റു ട്രോഫിയും. അതുമായി ബന്ധപ്പെട്ടുള്ള പരിശീലനങ്ങളും മറ്റു കാര്യങ്ങളും ആരംഭിക്കുന്നതൊക്കെ ഈ നാളിലാണ്. ജലോത്സവങ്ങളുടെ ഒരു തുടക്കം എന്ന് വേണം നമുക്ക് എന്ത് പറയാം, അവിടെ അനിഴം നക്ഷത്രത്തെ പറ്റി പറയാം അല്ലെ. അനിഴം. അടുത്ത തൃക്കേട്ടയാണ്. തൃക്കേട്ടയുടെ പ്രധാനപ്പെട്ടത് എന്തൊക്കെയാന്ന് നോക്കാം. ഓണത്തിന്റെ 6ാം ദിവസമാണ് തൃക്കേട്ട. വിദൂര ദേശങ്ങളിൽ നിന്ന് കഴിയുന്നവരും ജോലി ആവശ്യങ്ങൾക്കായി മാറി നിൽക്കുന്നവരും സ്വന്തം തറവാടുകളിലേക്കും കുടുംബങ്ങളിലേക്കും യാത്ര തിരിക്കുന്ന ദിനമാണിത്. ബന്ധുക്കളെല്ലാം ഒന്നിച്ചു ചേരുന്നതിന്റെ സന്തോഷം ഈ ദിവസം മുതൽ ആരംഭിക്കുന്നു. ഒരു ഒത്തുകൂടലിന്റെ ദിനമായാണ് ഈ ദിവസത്തെ കാണുന്നത്. പൂക്കളത്തിന് കൂടുതൽ നിറങ്ങളും രൂപങ്ങളും നൽകുന്നു. അതായത് തൃക്കേട്ടയ്ക്ക് കുറച്ചുകൂടി നമ്മുടെ കുടുംബപരമായിട്ട് അല്ലെ കുടുംബ പശ്ചാത്തലമായിട്ട് ഒരുപാട് ബന്ധങ്ങളുണ്ട്. കാരണം നമുക്കറിയാം നമ്മളെ നാട്ടിലൊന്നും ഇപ്പോ നമ്മളെ കുടുംബവുമായി ബന്ധപ്പെട്ടുള്ള ആൾക്കാർ വളരെ കുറവാണ്. ഓരോരുത്തരും ജോലിയും അല്ലെങ്കിൽ മറ്റുള്ള ഒരുപാട് വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ദൂരെയാണ് താമസിക്കുന്നത് അല്ലെ. അപ്പൊ ഈ പ്രവാസികള് അതേപോലെ തന്നെ മറ്റ് ദേശങ്ങളിൽ താമസിക്കുന്നവർ അവരൊക്കെ നമ്മളെ സ്വന്തം കുടുംബ വീട്ടുകളിലേക്ക് എത്തി ഓണം ആഘോഷിക്കാൻ തുടങ്ങുന്ന അല്ലെ ഓണത്തിമിർപ്പിന്റെ ആഘോഷത്തിന്റെ തുടക്കം കുറിക്കാൻ തുടങ്ങുന്ന ഒരു ദിവസം കൂടിയാണ് തൃക്കേട്ട എന്ന് പറയുമ്പോൾ. അവരൊക്കെ നമ്മളെ വീട്ടിലേക്ക് എത്തുകയും എത്താൻ വേണ്ടിയുള്ള കാര്യങ്ങൾ നോക്കുകയും അതേപോലെ തന്നെ ആ ആഘോഷം തുടക്കം കുറിക്കുകയും ചെയ്യുന്നു. ഒരു ഒത്തുചേരലിന്റെ ദിവസമായിട്ടാണ് നമ്മൾ തൃക്കേട്ടയെ കണക്കാക്കുക. കൂടാതെ നമ്മളെ പൂക്കളം അല്ലെ, നമ്മൾ പൂക്കളത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ പൂക്കളത്തിന് കൂടുതൽ വർണ്ണാഭ ചൊരിഞ്ഞുകൊണ്ട് കൂടുതൽ നിറങ്ങള്, ഒരുപാട് പൂക്കളങ്ങളുടെ നിറങ്ങളും രൂപങ്ങളും നൽകുന്ന ദിവസമാണ് നമ്മളെ തൃക്കേട്ട എന്ന് പറയുന്നത്. ശരി, പിന്നീടാണ് മൂലം. ആഘോഷങ്ങളെ മറ്റൊരു ഘട്ടത്തിലേക്ക് കൊണ്ടുപോകുന്ന ദിനം കൂടിയാണ് മൂലം. ഓണസദ്യയുടെ വലിയ തോതിലുള്ള ഒരുക്കങ്ങളും പുലിക്കളി, ഓണക്കളികള് തുടങ്ങിയ വിനോദ പരിപാടികളും മൂലം നാളിലാണ് ആരംഭിക്കുന്നത്. പണ്ടുകാലത്ത് ക്ഷേത്രങ്ങളിലെല്ലാം ഈ ദിവസം മുതൽ പൊതുസദ്യകൾ ആരംഭിച്ചിരുന്നു. പൂക്കളം ചതുരാകൃതിയിൽ ഒരുക്കുന്നതും ഇതിന്റെ പ്രത്യേകത തന്നെയാണ്. മൂലം ദിവസം മുതൽ നമ്മൾ ഓണത്തിന്റെ മറ്റൊരു ഘട്ടത്തിലേക്ക് പോകുന്നു. അതായത് ഓണക്കളികളിലെ പുലിക്കളി അതേപോലെ പ്രധാനപ്പെട്ട മറ്റു കളികളൊക്കെ അതേപോലുള്ള വിനോദ പരിപാടികളൊക്കെ മൂലം ദിനം മുതലാണ് ആരംഭിക്കുന്നത്. പണ്ട് കാലങ്ങളിലൊക്കെ ആണെങ്കിൽ നമ്മളെ ക്ഷേത്രങ്ങളിലൊക്കെ സദ്യകൾ അല്ലെ, ഇപ്പൊ അന്നദാനം പോലുള്ള സദ്യകളൊക്കെ വലിയ തോതിൽ ആരംഭിച്ചിരുന്ന ഒരു ദിവസം കൂടിയായിരുന്നു മൂലം നക്ഷത്രത്തില്. കൂടാതെ നമ്മളെ പൂക്കളത്തിന് ഇതുവരെ വന്നിരുന്ന നിറക്കൂട്ടുകൾക്ക് ഒരു ചെറിയ ആകൃതിയിലുള്ള വ്യത്യാസം കൊടുത്തുകൊണ്ട് ചതുരത്തിലായിക്കൊണ്ട് ആ പൂക്കളം വിരിയുന്ന ദിവസം കൂടിയാണ് നമ്മളെ മൂലം നക്ഷത്രം എന്ന് പറയുന്നത്. ഓക്കെ, മൂലം നക്ഷത്രം എന്ന് പറയുന്നത്. ശരി,
പിന്നീടാണ് പൂരാടം. നോക്കൂ, പൂക്കളത്തിന്റെ നടുവില് മാവേലിയുടെയും ഹിന്ദു ദൈവമായി കണക്കാക്കുന്ന മഹാവിഷ്ണുവിന്റെ അവതാരമായ വാമനന്റെയും പ്രതിമകള് സ്ഥാനം പിടിക്കുന്നു. ഈ പ്രതിമകള് ഓണത്തപ്പൻ അല്ലെങ്കിൽ തൃക്കാക്കരയപ്പൻ എന്നാണ് അറിയപ്പെടുന്നത്. ഈ ആചാരം ചെയ്യുന്നത് വീട്ടിലെ കൊച്ചുകുട്ടികളാണ്. ഇവരെ പൂരാട ഉണ്ണികൾ എന്നാണ് വിളിക്കുന്നത്. അതായത് നമ്മളെ കേരളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുകയാണെങ്കിൽ ഓണവുമായി ബന്ധപ്പെട്ട ഐതിഹ്യം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അതിൽ പ്രധാനപ്പെട്ട തീരെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഘടകമാണ് നമ്മളെ തൃക്കാക്കരയപ്പൻ എന്ന് പറയുന്നത്. ചില പ്രദേശങ്ങളിലെ 1-ാം ദിവസം മുതൽ, അതായത് അത്തം മുതൽ തന്നെ തൃക്കാക്കരയപ്പന്റെ പ്രതിമകൾ അല്ലെ മണ്ണ് കൊണ്ടും അതേപോലെ മറ്റ് മരം കൊണ്ടും, സാധാരണഗതിയിൽ മണ്ണ് കൊണ്ടാണ് കണ്ടുവരുന്നത്. അപ്പൊ മണ്ണ് കൊണ്ടുണ്ടാക്കിയ തൃക്കാക്കരയപ്പന്റെ ആ പ്രതിമ നമ്മൾ കാണാറുണ്ട് അല്ലെ. അതിന് ചുറ്റുമാണ് പൂക്കളം ഇടാറുള്ളത്. എന്നാൽ ചില പ്രദേശങ്ങളിലെ മാറ്റം നമുക്ക് കാണാം. അവിടെ പൂരാടം നക്ഷത്രം മുതലാണ് എന്ത് ചെയ്യുക, ഇത്തരത്തില് പിന്നെ തൃക്കാക്കരയപ്പനെയും അതേപോലെ തന്നെ മഹാബലിയുടെ ഒക്കെ രൂപങ്ങൾ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, നിർമ്മിച്ചുകൊണ്ട് അതിന് ചുറ്റുമായിട്ട് പൂക്കളം ഇടുന്നത്. അത് സാധാരണഗതിയിൽ നമ്മളെ വീട്ടിലെ ഉള്ള കൊച്ചു കുട്ടികളാണ് അതിന് കൂടുതൽ ചുക്കാൻ പിടിക്കുക. അപ്പൊ അവർക്ക് അവരെ അറിയപ്പെടുന്നത് എന്താണ്, പൂരാട ഉണ്ണികൾ എന്ന് കൂടിയാണ് അറിയപ്പെടുന്നത്. അപ്പോ ഈ ദിവസങ്ങളിൽ വരുമ്പോ നമ്മളെ ഓണപ്പൂക്കളത്തിന്റെ ഒരു പൂവും കൂടി അവിടെ എന്ത് ചെയ്യും, വർദ്ധിക്കുന്നുണ്ട് അല്ലെ. ഒരു പൂവും കൂടി അവിടെ വർദ്ധിച്ചു വരുന്നുണ്ട് പൂക്കളത്തിന്റെ. ശരി, പിന്നീടാണ് ഉത്രാടം. ഉത്രാടം എന്ന വാക്കിന് എപ്പോഴും നമ്മൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ശൈലിയാണ് ഉത്രാട പാച്ചിൽ അല്ലെ. എന്തുകൊണ്ടായിരിക്കാം ഉത്രാട പാച്ചിൽ എന്ന ആ ഒരു ശൈലി വന്നതെന്ന് അറിയാമോ? അതായത് നമുക്കറിയാം, ആ ദിവസം ഉത്രാടം കഴിഞ്ഞാൽ പിറ്റേന്ന് എന്താണ്, തിരുവോണമാണ്. അപ്പൊ തിരുവോണത്തിന്റെ സാധനങ്ങൾ മൊത്തം നമ്മൾ എപ്പോഴാണ് വാങ്ങുക, ഉത്രാടത്തിന് അന്നായിരിക്കും വാങ്ങുക അല്ലെ. അതായത് ചിലപ്പം കുറച്ചധികം ദിവസം നമ്മൾ വെച്ച് പഴകുന്ന പല സാധനങ്ങളും ഉണ്ടാവും അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അവയൊക്കെ എന്താവും, നമ്മൾ ഒന്നുകിൽ തലേ ദിവസമായിരിക്കും വാങ്ങി സൂക്ഷിച്ചു വെക്കുക. അപ്പൊ ആ തലേ ദിവസം നമ്മൾ എന്താ ചെയ്യുക, ഓണത്തിന് വേണ്ടിയുള്ള പാച്ചിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആയിരിക്കും ചിലപ്പം ഉത്രാട പാച്ചിൽ എന്നൊരു ശൈലി വന്നിട്ടുണ്ടാവുക. നോക്കുക, ഓണത്തിന് തൊട്ടു മുമ്പുള്ള ദിവസമാണ്. തിരുവോണത്തിന് ആവശ്യമായിട്ടുള്ള അവസാനവട്ട സാധനങ്ങളും പച്ചക്കറികൾ ഒക്കെ നമ്മൾ വാങ്ങാൻ പോകുന്ന ദിവസമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ചിലപ്പം ഉത്രാട പാച്ചിൽ എന്ന് പറയപ്പെടുന്നത്. ഉത്രാട ദിനം 1-ാം ഓണം എന്നറിയപ്പെടുന്നു. അന്ന് വൈകുന്നേരം മിക്ക ഭവനങ്ങളിലും ചെറിയ രീതിയിലുള്ള സദ്യകൾ ഒരുക്കാറുണ്ട് അല്ലെ. അതായത് ചെറിയ രീതിയിലുള്ള സദ്യകൾ ഒരുക്കുന്ന ദിവസവും 1-ാം ഓണമായിട്ട് നമ്മൾ കരുതുന്ന ദിവസവും കൂടിയാണ് നമ്മളെ ഉത്രാടം എന്ന് പറയുന്നത്. അപ്പൊ ഇതുവരെ ഉണ്ടായിരുന്ന പൂക്കളത്തിന് ഒരു പൂവ് കൂടി അവിടെ എന്ത് ചെയ്യും, കൂടുതലായിട്ട് വരും അല്ലെ. അപ്പൊ ആ പൂക്കളം എന്താ ഇങ്ങനെ വലുതായി വന്നുകൊണ്ടിരിക്കുകയാണ്. തിരുവോണ ദിനത്തിലേക്ക് എത്തുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു പൂക്കളം നമ്മളെ വീടിന് മുന്നിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അതിന്റെ ഭാഗമായി ഉത്രാടം എന്ന് പറയുമ്പോൾ 1-ാം ഓണമായിട്ടാണ് നമ്മൾ ആഘോഷിക്കുന്നത്. പിന്നീട് അടുത്തത് നമുക്കറിയാം, തിരുവോണം. പ്രധാന ഓണാഘോഷം നടക്കുന്നതാണ് തിരുവോണം. അത്തം മുതല് 10-ാം നാളിലെത്തുന്ന തിരുവോണം മലയാളികളുടെ ഏറ്റവും വലിയ ആഘോഷം തന്നെയാണ്. നമ്മൾ രാവിലെ കുളിച്ച് പുതിയ കോടി വസ്ത്രമൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ പൂക്കളം ഒരുക്കുന്നത് അല്ലെ. അന്ന് 10 നിറങ്ങളോട് കൂടിയ പൂക്കളം നമ്മൾ ഒരുക്കാറുണ്ട്. ചില പ്രദേശങ്ങളില് മറ്റ് അരിമാവും മറ്റൊക്കെ കൊണ്ട് വിവിധങ്ങളായ രീതിയിലുള്ള രൂപങ്ങൾ വരയ്ക്കാറുണ്ട്. സർപ്പ കളങ്ങളൊക്കെ വരയ്ക്കാറുണ്ട് അല്ലെ. സർപ്പക്കെട്ട് പോലുള്ള കാര്യങ്ങളൊക്കെ പല പ്രദേശങ്ങളും വരച്ച് അന്ന് പല രീതിയിലുള്ള ആഘോഷങ്ങളും മറ്റ് പൂജകളൊക്കെ അവിടെ തൃക്കാക്കരയപ്പനായിട്ടുള്ള വാമനമൂർത്തിക്ക് നമ്മളെ വീടുകളിലൊക്കെ ചെയ്യാറുണ്ട്. അതിന്റെ ഭാഗമായിട്ട് അവിടെ രാവിലെ തന്നെ കുളിച്ച് പുതിയ ഓടി വസ്ത്രമൊക്കെ അണിഞ്ഞുകൊണ്ട് പൂക്കളം നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ മുന്നിലൊരുക്കും. കൂടാതെ തൂശൻ ഇലയിൽ ദർഭപ്പുല്ല് വിരിച്ചുകൊണ്ട് തൃക്കാക്കരയപ്പന് സങ്കല്പിച്ചുകൊണ്ട് പൂവട നിവേദ്യങ്ങൾ ഒക്കെ സമർപ്പിക്കുന്ന ദിവസം കൂടിയാണ് അന്ന്. അതുകൂടാതെ മലബാറുകാർക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ അവിടെ ഓണപ്പൊട്ടൻ അല്ലെ, ഓണവുമായി ബന്ധപ്പെട്ടുള്ള ഓണേശ്വരൻ എന്നറിയപ്പെടുന്ന ഒരു ദൈവത്തിന്റെ വരവ് നമ്മൾ ഓരോരോ വീട്ടിലേക്കും ഉണ്ടാവും. ഓണം അറിയിച്ചുകൊണ്ട് നമ്മളെ ഓണത്തിലെ ജനങ്ങളെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടുള്ള ഓണേശ്വരന്റെ യാത്ര കൂടി നമുക്ക് അന്ന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നമ്മളെ മലബാറുകാർക്ക് കൂടുതൽ സുപരിചിതമായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. പിന്നീട് ഓണസദ്യയാണ്. കാളൻ, ഓലൻ, തോരൻ, അവിയല്, പായസം തുടങ്ങിയ സമൃദ്ധമായ വിഭവങ്ങളോട് കൂടിയുള്ള കുടുംബാംഗങ്ങളൊക്കെ ഒന്നിച്ചിരുന്ന് തിരുവോണ സദ്യ ഉണ്ണുന്ന ദിവസമാണ് അല്ലെ. അത് നമുക്കറിയാം, അന്ന് ആ ഒരു തൂശനില മൊത്തമായിട്ട് നിറഞ്ഞുകൊണ്ടുള്ള വലിയൊരു ഓണസദ്യ നമ്മളെ മിക്ക വീടുകളിലും ഒന്ന് കാണാൻ വേണ്ടി സാധിക്കും. തിരുവോണ സദ്യ തന്നെയാണ് അല്ലെ. മലയാളികൾ എന്തൊക്കെ മറന്നാലും ഈ തിരുവോണ സദ്യ ഒരിക്കലും മറക്കില്ല. കാരണം എന്താ, കുടുംബാംഗങ്ങളൊക്കെ ഒരുമിച്ചിരുന്നു കൊണ്ടുള്ള ഒരു തിരുവോണ സദ്യയാണ് ഈ ദിനത്തിൽ നമ്മളെ അറിയപ്പെടുന്നത്. അതിനുശേഷം ഓണസദ്യ കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുന്നത്, വിനോദങ്ങളാണ്. ഉച്ചയ്ക്ക് നമ്മുടെ നാട്ടിലെ തുമ്പിതുള്ളല്, കൈകൊട്ടിക്കളി, ഓണത്തിന്റെ ഊഞ്ഞാലാട്ടം തുടങ്ങിയ പരമ്പരാഗതമായ വിനോദങ്ങളിൽ ഏർപ്പെടുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ പോയാൽ ഓണത്തിന്റെ അന്നേ ദിവസം ശേഷം, അതായത് ഓണസദ്യക്ക് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ഒന്ന് പുറത്തേക്ക് ഇറങ്ങുക, എല്ലാവരുമായിട്ട് കണ്ടുമുട്ടുക, അവരുടെയായിട്ട് കുശലങ്ങൾ പറയുക, സംസാരിക്കുക. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ പ്രാദേശികമായിട്ടുള്ള പല ക്ലബ്ബുകളൊക്കെ ഉണ്ടാവും നമ്മുടെ നാട്ടിൽ അല്ലെ. അവരുമായി ബന്ധപ്പെട്ടുള്ള ഓണ കളികള്, അതേപോലെ ഓണവുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ആഘോഷങ്ങളൊക്കെ അന്ന്
ചിലപ്പം അന്ന് രാത്രിയോടുകൂടി അല്ലെ ഉച്ചയ്ക്ക് ശേഷമായിട്ട് ആരംഭിക്കുന്നൊക്കെ ഉണ്ടാവും. ഇത്തരത്തിൽ വിനോദപരമായിട്ട് നമ്മളെ ആ ഒരു സമൂഹത്തെ ഒന്നാകെ ഉണർത്തുന്ന ഒരു ദിവസം കൂടിയാണ്. അതായത് സമൂഹത്തെ ഒന്നാകെ ആഘോഷ തിമിർപ്പിലേക്ക് നയിക്കുകയും അതേപോലെ തന്നെ ഒരു ഒത്തൊരുമ കൂടി ഉണ്ടാക്കുന്ന ഒരു ദിവസം കൂടിയാണ് നമ്മൾ തിരുവോണം എന്ന് പറയുന്നത്. പക്ഷേ ചില പ്രദേശങ്ങളിൽ തിരുവോണത്തോടുകൂടി ഓണത്തിന്റെ ആഘോഷം നിൽക്കാറുണ്ട്. എന്നാൽ മറ്റ് പ്രദേശങ്ങളിൽ തിരുവോണം കഴിഞ്ഞ് വീണ്ടും ഒരു 7 ദിവസം കൂടി ആ തിരുവോണത്തിന്റെ മറ്റ് ചടങ്ങുകൾ നടക്കാറുണ്ട്. അങ്ങനെ ആകുമ്പോൾ സാധാരണഗതിയിൽ അവിട്ടവും ചതയവും കൂടി നമ്മളെ മുന്നിലേക്ക് വരണം. അപ്പൊ എന്തായിരിക്കാം അവിട്ടത്തിനും ചതയത്തിനും നമ്മൾ ചെയ്യുന്ന കാര്യം കൂടി നമുക്ക് നോക്കാം അല്ലെ. അവിട്ട ദിനമാണ് 2ാം ഓണം എന്നറിയപ്പെടും. ചില സ്ഥലത്ത് 3ാം ഓണം എന്നും അറിയപ്പെടാറുണ്ട്. തൃക്കാക്കരയപ്പന്റെ ആർപ്പ് വിളികളോടി കുരവയെട്ടും സ്വീകരിച്ച ശേഷം 3 നേരത്തെ പൂജകൾക്ക് ശേഷം ഉചിതമായ ശുഭദിനത്തില് മിക്കവാറും ഉത്രട്ടാതി നാളിലെ പ്രതിഷ്ഠ എന്ത് ചെയ്യുന്നു, ഇളക്കുന്നു. അപ്പോ അവിട്ടം നാളില് എന്ത് ചെയ്യുന്നു, അവർക്ക് വേണ്ട വിധത്തിലുള്ള, അതായത് തൃക്കാക്കരയപ്പന് വേണ്ട വിധത്തിലുള്ള പൂജകളും മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ തുടർന്ന് പോകുന്നുണ്ട്. പിന്നീട് ചതയം ദിനം ചിലടത്ത് 3ാം ഓണമായിട്ടും 4ാം ഓണമായിട്ടും അറിയപ്പെടാറുണ്ട്. പ്രശസ്തമായ ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയും ശ്രീനാരായണ ഗുരു ജയന്തിയും ആഘോഷിക്കുന്നത് ചതയം നാളിലാണ്. ഇതോടെ ഓണാഘോഷങ്ങൾക്ക് ഔദ്യോഗികപരമായ സമാപനമാകുന്നു. ചില പ്രദേശങ്ങളിൽ എന്റെയൊക്കെ നാട്ടില് വീണ്ടും ഒരു 7 ദിവസം കൂടി ഓണാഘോഷമുണ്ട്. വീണ്ടും ഒരു 7 ദിവസം കൂടി ഓണാഘോഷം ആയിട്ടാണ് പോവുക. തൃക്കാക്കരയപ്പന് വീണ്ടും ഒരുപാട് പൂജകളും മറ്റു കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട്. ചില പ്രദേശങ്ങളിൽ നമ്മളെ ചതയത്തോടു കൂടി എന്ത് ചെയ്യും, അവിടെ ഔദ്യോഗികമായ സമാപനം കുറിക്കുന്നുണ്ട്. ഇങ്ങനെ മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ മലയാളികൾ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്ന ഒരു ആഘോഷം കൂടിയാണ് ഓണം എന്ന് പറയുന്നത്. ഒരിക്കലും മലയാളികൾ നഷ്ടപ്പെടുത്താത്ത ഒരു ആഘോഷമാണ് അല്ലെ. എവിടെ നിന്നായാലും ഏതൊക്കെ പ്രദേശങ്ങളിലായാലും അവരൊക്കെ എത്തിച്ചേർന്ന് അവരവരുടെ നാട്ടില് അവരവരുടെ വീട്ടിൽ എത്തിച്ചേർന്നുകൊണ്ട് ഓണം ആഘോഷിക്കുക എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഒത്തൊരുമയുടെയും അതേപോലെ ആഘോഷങ്ങൾ അതിന്റെ അത്യുന്നതിയിൽ എത്തിക്കാനും സഹായിക്കുന്നുണ്ട്. അപ്പൊ അതേപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ഓണം നല്ല രീതിയിലാവട്ടെ. കാരണം നല്ല രീതിയിൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മളെ ഈ ഒരു സമയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾക്കൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ അതൊക്കെ നമ്മൾ ഒഴിവാക്കുക. ഓണം എന്നത് വർഷത്തിൽ ഒരിക്കൽ മാത്രം വരുന്നതാണ്. ആ വർഷത്തിൽ ഒരിക്കൽ മാത്രം വരുന്ന ഓണത്തെ നല്ല രീതിയിൽ വരവേൽക്കുക, ഓണത്തിന് ആവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്യുക, ആഘോഷിക്കുക, ഇത്തരത്തിലുള്ള ആഘോഷങ്ങളൊക്കെ പങ്കെടുക്കുക. ഈ ആഘോഷങ്ങളൊക്കെ പങ്കെടുക്കുമ്പോൾ മനസ്സിന് വളരെയധികം നല്ലൊരു സുഖം നമുക്ക് അനുഭവപ്പെടും. കൂടാതെ നമ്മുടെ നാട്ടിൽ ഒരു ഒത്തൊരുമ ഉണ്ടാവും. നമ്മളെ കുടുംബ അംഗങ്ങൾ തമ്മിലുള്ള ഒത്തൊരുമ, അവർക്ക് ഒരുമിച്ചിരുന്ന് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നു. ഇങ്ങനെയൊക്കെ ഉണ്ടാവാം. നമ്മളെ മനസ്സിനും നമ്മളെ ശരീരത്തിനും അതേപോലെ തന്നെ നാടിനൊക്കെ ഒരു പുതിയ ഉണർവ് വരാനും കൂടി സഹായിക്കുന്നുണ്ട്. അപ്പൊ അതേപോലെ തന്നെ അത്തം മുതൽ 10 ദിവസം നമ്മളെ നീണ്ടു നിൽക്കുന്ന ഓണാഘോഷത്തെ പറ്റി ഇവിടെ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു വിവരിച്ചു. ഒരിക്കൽ കൂടി സമൃദ്ധിയുടെയും അതേപോലെ തന്നെ വിശ്വാസത്തിന്റെയും കൂടാതെ സന്തോഷത്തിന്റെയും ഉള്ള ഒരു നല്ലൊരു ഓണം എല്ലാവർക്കും ആശംസിക്കുന്നു. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. താങ്ക് യു സോ മച്ച്. CC ഓണം, നല്ലോണം പഠിച്ചോണം.